ഇതാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഭഗവതി ക്ഷേത്രം. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. നാളെ നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിലെ ജിഷിയുടെ കല്യാണമാണ്. അപ്പം ഇന്ന് കല്യാണത്തലേന്നത്തെ ഫംഗ്ഷന് പോകാനായിട്ട് ഞാൻ ഒരുങ്ങി റെഡിയായി. അമ്മയും ഞാനും അനിയത്തി നമ്മൾ മൂന്നുപേരും കൂടി പോവാണ്. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിൽ വരുമ്പോൾ കല്യാണ വീട്ടിലോട്ടുള്ള വഴി ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണ വീട്ടിൽ വന്നു. ബ്രൈഡിൻ്റെയും ബ്രൈഡിൻ്റെ ഫാമിലിയും അടുത്തൊക്കെ സംസാരിച്ച ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് വന്നിട്ട് നെയ്ച്ചോറ്, ചിക്കൻ കറി ആയിരുന്നു. നല്ല ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് തിരിച്ച് പോരാൻ നേരം കല്യാണ വീട്ടിലോട്ട് വരുന്ന വഴി അലങ്കരിച്ചിട്ടുള്ള ലൈറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്ന ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 7:30 സമയമൊക്കെ ആയപ്പോൾ ഉറക്കം എഴുന്നേറ്റു. ഇന്നാണ് നമുക്ക് കല്യാണം ഉള്ളത്. എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ആയിരുന്നു കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം കുളിച്ച് ഫ്രഷായി ഒരുങ്ങി റെഡിയായി നമ്മൾ കല്യാണത്തിന് പോവാണ്. കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങാം. അപ്പോൾ കല്യാണം നടക്കുന്നിടത്തേക്ക് നമുക്ക് നടന്ന് പോകാം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി ഇറങ്ങിയപ്പോൾ ലേറ്റായി. അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചാണ് നമ്മൾ കല്യാണം നടക്കുന്നിടത്തേക്ക് പോകുന്നുള്ളത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ അമ്പലത്തിൻ്റെ കൂടി ചേർന്ന് അതിനൊരു ഹാളുണ്ട്. ആ ഹാളിൽ വെച്ചായിരുന്നു കല്യാണം. വെഡിങ് ഹാളിൽ വന്ന ശേഷം നമ്മൾ ആദ്യം വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. വെൽക്കം ഡ്രിങ്ക് വന്നിട്ട് ലെമൺ ആൻഡ് മിൻറ്റ് മിക്സിലുള്ളൊരു ജ്യൂസായിരുന്നു. വെൽക്കം ഡ്രിങ്ക് കുടിച്ച ശേഷം പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. കല്യാണ സദ്യ വന്നിട്ട് നല്ല അടിപൊളിയായിരുന്നു. രക്ഷയുണ്ടായിരുന്നില്ല. വെരി ഡെലീഷ്യസ് ആയിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സദ്യയുടെ കൂടെ നല്ല അടിപൊളി ഒരു പാലട പായസം ഉണ്ടായിരുന്നു. അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റി പായസമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോരാൻ നേരം അമ്പലത്തിൻ്റെ അടുത്തായിട്ട് അമ്പലത്തിൻ്റെ കുറച്ച് നീങ്ങിയിട്ടൊരു പാടമുണ്ട്. സോ ആ പാടത്തിൻ്റെ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് പോയത്. വീട്ടിൽ പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരുങ്ങി റെഡിയായി പാർട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായി. കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കോട്ട് സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പാർട്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഒരു കോഡ് സെറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കും. ഒരുങ്ങി റെഡിയായി പാർട്ടിക്ക് പോവാണ്. അങ്ങനെ പാർട്ടി നടക്കുന്ന ഹാളിൽ ചെന്ന് വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. നമ്മൾ സെയിം രാവിലെ കല്യാണത്തിന് പോയ സമയത്ത് കുടിച്ചിട്ടുണ്ടായിരുന്ന ലെമൺ ആൻഡ് മിൻറ്റ് മിക്സിൻ്റെ അതേ സെയിം ജ്യൂസ് തന്നെയാണ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പാർട്ടിക്ക് പോയപ്പോഴും കുടിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം നമ്മൾ ഹാളിൽ പോയപ്പോൾ ബ്രൈഡും ഗ്രൂമും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ എൻട്രി കണ്ട ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയി. അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം ലാസ്റ്റ് ഒരു മാംഗോ ഫ്ലേവർഡ് ഐസ്ക്രീമും കൂടെ കഴിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് സമയം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗുഡ് വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടായിരിക്കും. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.